ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. പഴയ ചില മുദ്രാവാക്യങ്ങൾ നിങ്ങളെ ഇപ്പോൾ ഓർമ്മിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പശ്ചാത്തലത്തിൽ ആരെയെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഈ എപ്പിസോഡ് പൂർണ്ണമായും കേൾക്കുക. അച്ചടക്കം അടിമത്തമല്ല. ഇങ്ങനെയൊരു മുദ്രാവാക്യം കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അടുത്തത് പറയാം. പരിപാടിയിലുള്ള പിടിവാശിയാണ് പരിവർത്തനവാദികളുടെ പടവാൾ. ഇങ്ങനെയൊന്ന് കേട്ടില്ലെങ്കിൽ അടുത്ത ഒരു മുദ്രാവാക്യം കൂടി പറയാം. പാർട്ടി പൂജിക്കാനുള്ള വിഗ്രഹമല്ല, പ്രയോഗിക്കാനുള്ള ആയുധമാണ്. ഇത്രയുമൊക്കെ കേട്ട് കഴിയുമ്പോൾ സാധാരണഗതിയിൽ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഒരു മുഖം തെളിഞ്ഞു വരും. അത് ശ്രീ എം.ഒ. ജോണിൻ്റേതാണ്. പരിവർത്തനവാദികളുടെ പടവാൾ എന്ന ആശയവുമായി കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു പ്രകമ്പനത്തിന് തന്നെ ഇടവരുത്തിയ നേതാവാണ് എം.ഒ. ജോൺ. ഈ ജോണിൻ്റെ പരിവർത്തനവാദി പാർട്ടി അന്നേ തന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം ചീറ്റിപ്പോവുകയുണ്ടായി. അതിന് വലിയ ക്ലച്ച് പിടിച്ചില്ല എന്ന് ചുരുക്കം. ഇപ്പോൾ ഈ പാർട്ടിയിലെ അന്നത്തെ നേതാക്കളിലും അനുയായികളിലും പെട്ട ചിലർ ഇന്നത്തെ ദിവസം എറണാകുളത്തെ പരിഷത്ത് ഹാളിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പുതിയ നീക്കത്തിനൊന്നുമല്ല കേട്ടോ. അവർ പഴയ കാലം അയവിറക്കിക്കൊണ്ടും അവരുടെ സാന്നിധ്യത്തിന് ഇനി പ്രസക്തി ഉണ്ടോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയാണ്. കൂടിയ ആളുകളിൽ ആരൊക്കെയാണ് പ്രമുഖരായുള്ളതെന്നും കൂടി നിങ്ങൾ കേൾക്കുക. ജസ്റ്റിസ് ഹാരൂൺ അൽ റഷീദ്, പി രാജൻ, മാധവൻ, ജോസ് തെറ്റയിൽ, സി.വി. ദയാനന്ദൻ, അഡ്വക്കേറ്റ് ഒ.എം.എം. ഇബ്രാഹിം തുടങ്ങിയവരൊക്കെയാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ കൂടുന്നത്. ഇവരൊക്കെ തന്നെ അന്നത്തെ എം.എ. ജോണിൻ്റെ പിന്നിൽ അടിയുറച്ച് നിന്ന പരിവർത്തനവാദി നേതാക്കളാണ്. അരനൂറ്റാണ്ട് മുമ്പ് വലിയൊരു കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷപ്പെട്ടവർ. അവരുടെ അന്നത്തെ പടപുരുതൽ പല നേതാക്കളെയും പേടിപ്പിച്ചിരുന്നു. കോൺഗ്രസ്സിലെ പരിവർത്തനവാദികൾ എന്ന മുദ്രാവാക്യം മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ പല ചുമരുകളിലും അവർ എഴുതിപ്പിടിപ്പിച്ച മുദ്രാവാക്യങ്ങൾ എത്രയോ വർഷങ്ങൾ കോൺഗ്രസ്സിലെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തന രംഗത്തുണ്ടായവരെ ആകർഷിച്ചിരുന്നതാണ്. 1970 കാലഘട്ടത്തിൽ യാഥാസ്ഥിതിക കോൺഗ്രസ്സിനെ വെല്ലുവിളിച്ച് രംഗത്തിറങ്ങിയവർ. യൂത്ത് കോൺഗ്രസ്സിനെ സ്ഥാപിച്ചത് തന്നെ എം.ഒ. ജോൺ ഉൾപ്പെടെയുള്ള നേതാക്കളായിരുന്നു. അതിൻ്റെ മുൻപിൽ ഉണ്ടായിരുന്ന എം.ഒ. ജോൺ തന്നെ ഇത്തരത്തിലുള്ളൊരു പരിവർത്തനവാദി പ്രസ്ഥാനവുമായി മുന്നിട്ടിറങ്ങിയപ്പോൾ അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിനെ അന്ന് പിടിച്ചുലയ്ക്കുക തന്നെ ചെയ്തെങ്കിലും പതിയെ ആ പ്രസ്ഥാനം എം.ഒ. ജോണിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വഴുതി പോകുന്നതാണ് കേരള രാഷ്ട്രീയം കണ്ടത്. എമർജൻസി കാലഘട്ടത്ത് പാർട്ടിയിൽ നിന്നും പലരും പുറത്താക്കപ്പെട്ടവർ ആയിരുന്നു. അവരെല്ലാം തന്നെ പിന്നീട് ഈ പരിവർത്തനവാദി കോൺഗ്രസ്സിൽ അംഗങ്ങളാവുകയും ചെയ്തു. പലരും പിന്നീട് അതിൽ നിന്നും ഒഴിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അന്ന് പ്രമുഖ പരിവർത്തനവാദി കോൺഗ്രസിൻ്റെ ആളായിരുന്ന MC ജോസഫൈൻ CPM-ലേക്ക് പോയതുപോലെ പലരും പല പാർട്ടികളിലേക്ക് ചേക്കേറിയെങ്കിലും ഒന്നിലും ചേരാതെ തന്നെ മാറി നടന്നവരും ഒരുപാടുണ്ടായിരുന്നു. ജോസ് തെറ്റയിൽ തന്നെ ഇപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായി തുടരുന്നു എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തായാലും അന്നത്തെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഗതിമാറ്റത്തിന് മുദ്രാവാക്യങ്ങൾ കൊണ്ട് തന്നെ വഴി ഒരുക്കുമായിരുന്ന ഈ നേതാക്കളും അവരുടെ പരിവർത്തനവാദി പ്രസ്ഥാനവും കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചു എന്ന് പറയാതെ വയ്യ. ഇങ്ങനെയും ഒരു വിഭാഗം ഉരുത്തിരിഞ്ഞു എന്നുള്ളത് നമ്മുടെ കോൺഗ്രസിൻ്റെ ചരിത്ര പേജുകളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീ എം.ഒ. ജോൺ മിടുമിടുക്കനായ ഒരു സംഘാടകനാണെന്ന് അന്നേ തെളിയിക്കപ്പെട്ടിരുന്നു. കോൺഗ്രസിൽ നിന്നും അദ്ദേഹം
ഒതുക്കപ്പെട്ടതാണ് എന്നുള്ളത് പണ്ടേ ചർച്ചയായ വിഷയമാണ്. പലരും നേതാവാകണമെങ്കിൽ ചില നേതാക്കളുടെ വഴി മുടക്കേണ്ടതായിട്ടുണ്ട്. ചില കാലുവാരലുകളും കുതികാൽ വെട്ടലുമൊക്കെ തന്നെ പല ഘട്ടങ്ങളിലും കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു സ്ഥിരം ശൈലിയായിരുന്നു. എം.ഒ. ജോൺ സ്വന്തം പ്രവർത്തന ശൈലി കൊണ്ട് പുറത്തുപോയ ആളാണെന്നും പല വിമർശകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും എം.ഒ. ജോൺ കോൺഗ്രസ് വിട്ടുപോയതുകൊണ്ട് കോൺഗ്രസ്സിന് നഷ്ടമൊന്നും ഉണ്ടായില്ല എന്ന് പറയാതെ വയ്യ. ആര് വിട്ടുപോയാലും ചില പ്രസ്ഥാനങ്ങൾ അവിടെ നിലകൊള്ളുക തന്നെ ചെയ്യും. എത്ര ഉന്നതർ പോയാലും ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അത് ഒരു ക്ഷതവും ഏൽപ്പിക്കുകയില്ല. കലാപത്തിൻ്റെ കൊടി ഉയർത്തിക്കൊണ്ട് പലരും കോൺഗ്രസിനെ വെല്ലുവിളിച്ചു പോയെങ്കിലും മറ്റ് പാർട്ടികൾ അവർക്ക് അഭയം കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ ആരും തന്നെ ആ പാർട്ടികളിൽ സ്വസ്ഥരായി തുടർന്നില്ല എന്നുള്ളത് ചെറിയാൻ ഫിലിപ്പിൻ്റെ കാര്യത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഒരു കാര്യം തീർച്ചയാണ്, ഇപ്പോൾ പരിവർത്തനവാദികൾ ഒരുമിച്ച് കൂടുന്നത് അവർ തമ്മിലുള്ള സൗഹൃദ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വേണം നമുക്ക് കാണാൻ. മറിച്ച് കോൺഗ്രസ്സിനകത്ത് പുതിയൊരു കലാപത്തിനുള്ളൊരു സാധ്യതയും ഈ പരിവർത്തനവാദികൾക്ക് ഇനി ഉണ്ടാക്കാൻ കഴിയുകയുമില്ല. അവർ അതിന് ശ്രമിക്കുമെന്നും തോന്നുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ കോൺഗ്രസ്സിൽ ആവശ്യത്തിനുള്ള ഗ്രൂപ്പുകൾക്കുള്ളിൽ ഗ്രൂപ്പുകളും ഉണ്ട്. മുമ്പ് 2 ഗ്രൂപ്പുകൾ മാത്രമായിരുന്നുണ്ടെങ്കിൽ ഇന്ന് ഗ്രൂപ്പുകളും ഉൾഗ്രൂപ്പുകളും ഒക്കെയായി കോൺഗ്രസ്സിൽ വല്ലാത്ത ഒരു അന്തരീക്ഷം പല നേതാക്കളും സൃഷ്ടിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. തൊട്ട് അടുത്ത നാളുകളിൽ തന്നെ ഭരണം കിട്ടാനുള്ള സാധ്യതയാണ് ഇവരെയൊക്കെ തന്നെ ഇത്തരത്തിൽ ഭ്രമിപ്പിക്കുന്നത്. ഗ്രൂപ്പുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റേതായ ബെനഫിറ്റ് കൊയ്തെടുക്കാം എന്നുള്ള ഒരു സ്വപ്നവുമായിട്ടാണ് പല നേതാക്കളും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അമ്മേ ഞാൻ പോകുന്നു, മന്ത്രിയായി മടങ്ങി വരാം എന്ന് പറഞ്ഞിട്ട് പോകുന്ന സ്ഥിതിയാണ് പല കുട്ടി നേതാക്കൾ പോലും ഇപ്പോൾ തുടങ്ങി വെക്കുന്നത്. എന്തായാലും സമ്മേളനം കൂടാൻ പരിവർത്തനവാദിയിലെ പഴയ നേതാക്കൾക്ക് ഒരു മനസ്സ് തോന്നിയതിൽ സന്തോഷമുണ്ട്. അവർ പുതിയ ഗ്രൂപ്പ് സൃഷ്ടിക്കണം എന്നില്ല. പകരം കോൺഗ്രസിനോട് ചേർന്ന് നിന്നുകൊണ്ട് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ നോക്കിയാൽ അവർക്കും കോൺഗ്രസിനും നല്ലത്.